ഫുൾ ഗൺസും പിടിച്ച് പട്ടാളക്കാരിങ്ങനെ നിൽക്കണ്ടോ. 2007 ഇറങ്ങിയ ഇൻടു ദ വൈൽഡ് എന്ന് പറഞ്ഞ മൂവിയും അതിലെ ക്രിസ്റ്റഫർ എന്ന ക്യാരക്ടറും ആ ഒരു സിനിമ കണ്ട് ആർക്കും തന്നെ മറക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ആ ഒരു മൂവിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കാടുകളുടെ നടുക്ക് അദ്ദേഹം ഫൈൻഡ് ചെയ്ത മാജിക് ബസ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ നോർത്ത് ഈസ്റ്റ് റൈഡിലും മെച്ചുക്ക എന്ന സ്ഥലത്ത് നിന്ന് മോട്ടോർ സൈക്കിളോട്ട് ട്രാവൽ ചെയ്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെങ്കിലും അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു കേട്ടോ. ആ ഒരു സിനിമയിലെ മാജിക് ബസ് പോലെ ഇവിടെ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു തകർന്ന ചോപ്പറിന്റെ മുന്നിലായിരുന്നു ഞാൻ എത്തിച്ചേർന്നത്. നമ്മുടെ ചില ചിന്തകളിലും സ്വപ്നങ്ങളിലും സിനിമകളിലൊക്കെ കണ്ട പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നേരിട്ട് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞ ഒരു ട്രാവലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ആ ഒരു ഫീല് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയും ഇതുപോലുള്ള സ്ഥലങ്ങൾ തേടി തേടി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയാത്ത പോലെയുള്ള അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ബെച്ചുക്കയിൽ നമ്മൾ അടുത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു ബോർഡറിലേക്ക് പോവുകയാണ്. ആക്ച്വലി അങ്ങോട്ട് സിവിലിയൻസിനെ അവർ കടത്തി വിടത്തില്ല. അപ്പോൾ ഞാൻ ഈ സ്റ്റേ ചെയ്ത് ഹോം സ്റ്റേ അല്ലേ, അവിടുത്തെ പുള്ളി എനിക്ക് അങ്ങോട്ട് എൻ്റർ ചെയ്യാനുള്ള പാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നു. രാവിലെ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഇവിടെ തുടങ്ങി. ബട്ട് സ്റ്റിൽ എന്തായാലും പോയേക്കാം, സമയം കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങാൻ തുടങ്ങാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓൺ ദ വേ കാണാം. ഇന്ന് മെച്ചുക്കയിൽ രാവിലെ തന്നെ മഴ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാൻ നേരെ ലെമാങ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡറിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങോട്ട് എൻട്രി ചെയ്യണമെങ്കിൽ തന്നെ 4 പാസും ഗേറ്റും ഒക്കെ കടന്നേ പോകാൻ പറ്റുള്ളൂ. ഇറ്റ്സ് വെരി ടഫ് ടു എൻ്റർ ദെയർ. അപ്പോൾ ആ ലൊക്കേഷനിലേക്ക് മാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആൾ പറഞ്ഞു തന്ന ഒരു ചെറിയൊരു ഗൈഡൻസ് വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ ഒരു പെട്രോൾ പമ്പേ ഉള്ളൂ. അവിടെ നിന്ന് റൈറ്റ് എടുത്ത് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ അങ്ങോട്ട് എന്താണ് കാണാനുള്ളതെന്ന് നമുക്ക് ഓൺ ദ വേയിൽ നോക്കാം. ബോർഡ് കാണാം, ലെമാങ് 50 കിലോമീറ്റർ എന്നുള്ളത്. നമ്മുടെ വണ്ടിയിൽ പെട്രോളും കൂടെ അടിച്ചിട്ട് പോകാൻ വെറുതെ അവിടെ പോയി ഒരു റിസ്ക് പിടിക്കേണ്ട. ഇവിടെ ആകെയുള്ള ഒരേ ഒരു പെട്രോൾ പമ്പാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞ ഒരു ഡ്രീം ലാൻഡിലൂടെ വണ്ടി ഓടിക്കുന്ന ഫീലാണ് കേട്ടോ. അയ്യോ, ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മളിതിൻ്റെ ബോർഡറിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ശരിക്കും ചൈനയോട് വളരെ ക്ലോസ് ആയിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താഴ്വാരങ്ങളാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താഴ്വാരങ്ങളും അതിൻ്റെ ഇടയിൽ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഹൗസസ് കേട്ടോ. എൻ്റെ പൊന്ന്, ലുക്ക് സോ ഡ്രീമി. നിങ്ങൾക്ക് തന്നെ മാപ്പിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. മാപ്പിൽ ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ. നോ ഗൂഗിൾ മാപ്പ്, നത്തിങ്. ഫുള്ള് ഇരുട്ട് മാത്രമേ ഉള്ളൂ, ലാൻഡ് പോലും കാണിക്കുന്നില്ല. ഇതൊക്കെ ഇവിടെയുള്ള ഓരോരോ ചെറിയ ചെറിയ വില്ലേജസും കാര്യങ്ങളാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ കാട്ടിനകത്ത് തടികളൊക്കെ മുറിച്ച് കറക്റ്റ് സ്ക്വയർ ഷേപ്പിലാക്കി റോഡിലേക്ക് ഇറക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇങ്ങനത്തെ മരങ്ങൾ ഇങ്ങനെ മുറിച്ചിട്ടിട്ടാണ് കേട്ടോ ഇങ്ങോട്ടുള്ള ഫർണിച്ചറും വീടുകളും എല്ലാം നിർമ്മിക്കുന്നത്. ഇതുപോലെ ഈ കാട്ടിലുള്ള മരങ്ങൾ മുറിച്ചിട്ടാണ്. ഓ, ഇവിടെ റോഡ് പണി എന്തോ നടക്കുന്നുണ്ട് കേട്ടോ. ഓഹോ, ഈ സ്ഥലം നോക്കിയാൽ മറ്റേ പൈൻ ട്രീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഉയ്യോ, ഓ മാൻ, ഞാൻ ഫോട്ടോ എടുത്ത് മാറ്റിയത്.
താങ്ക് യു. പതുക്കെ കയറ്റങ്ങളൊക്കെ ആയി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കയറി ഒരു ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മരങ്ങളും ഈ ഒരു ലാൻഡ്സ്കേപ്പും ഇല്ലേ, എനിക്ക് എത്ര പറഞ്ഞാലും അയ്യോ മതിയാവില്ല കേട്ടോ. അത്ര ഉണ്ട്, അടിപൊളിയാണ്. പാസ് കിട്ടിയില്ലേ പോലും എനിക്ക് തോന്നുന്നു ചെക്ക് പോയിന്റിൻ്റെ അവിടെ വരെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും വയ്യ. ഞാൻ എന്തൊക്കെ എടുക്കും ഇവിടുന്ന്. ബ്രേക്കില്ലേ? വെള്ളമൊക്കെ ഇങ്ങനെ ചാടി വരുന്നു. അപ്പോൾ ഫസ്റ്റ് ചെക്ക് പോസ്റ്റാണ് ഞാൻ ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ ഇനി ഇതുപോലുള്ള 3 എണ്ണം കൂടി ഉണ്ട് കേട്ടോ. എല്ലാവരും നൈസാണ് കേട്ടോ സംഭവം. ഈ റോഡ് എടുക്കാന്ന് പറഞ്ഞാൽ തന്നെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മഴയുണ്ട് കേട്ടോ. മഴ എന്ന് വെച്ചാൽ ഭയങ്കര ഭീകരമഴയല്ല, ചെറിയൊരു മഴ ഇങ്ങനെ എപ്പോഴും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്നിങ്ങനെ റൈഡ് ചെയ്യാൻ കുറച്ച് ഇതാണ്, ബട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കോടയും കാര്യങ്ങളെല്ലാം കണ്ട് ആ ഒരു മൂടി വൈബ് പിടിച്ച് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. അതൊരു ഭയങ്കര പ്രത്യേകതയാണ് കേട്ടോ. രക്ഷയില്ല കേട്ടോ. ഫ്രണ്ടിലൊക്കെ മാരകമായ വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. നമുക്കൊരിക്കലും കണ്ണുകൊണ്ട് കാണുന്ന അത്ര രീതിയിൽ ഒരിക്കലും ഈ ഒരു വീഡിയോയിലുണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് അതിൻ്റെ ഒരു 10% നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് ഉയ്യോ കോടയൊക്കെ കയറി കിടക്കുന്ന വെച്ചാണ്ടല്ലോ വേറെ മൂഡ്, വേറെ ഫീൽ കേട്ടോ. ഉയ്യോ ഇങ്ങോട്ടാറെ സിവിലിയൻസ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ നമ്മൾ കാണുന്ന വീടുകൾ പോലെ കാണുന്ന എല്ലാം ആർമി ബേസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതൊരു ഹെലിപ്പാഡ്. ഒരു ഹെലിപ്പാഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങോട്ട് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഉള്ള ഹെലിപ്പാഡും കാര്യങ്ങളാണ്. ഇവിടെ ഇത് ക്ലോസ് ചെയ്തേക്കാണല്ലോ. ഹായ്. താങ്ക് യു. നമ്മൾ 2ാമത്തെ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് അടുത്ത ഇതിലേക്ക് പോകണം കേട്ടോ. ഇനി 3ാമത്തെ ചെക്ക് പോസ്റ്റിലേക്ക് വേണം പോകാനായിട്ട്. ഇന്ത്യ ചൈനയൊക്കെ ആയിട്ട് ബന്ധം നല്ല രീതിയിൽ വരുവാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന വഴി കൂടെയൊക്കെ വണ്ടി ഓടിച്ച് ചൈനയിലേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങോട്ട് നമ്മുടെ ബന്ധങ്ങളൊന്നും അത്ര ശരിയല്ലാത്തതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ ഇനി നമ്മളൊരു താഴെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട്, അതിൽ വേണം നമ്മളിനി പോകാനെന്ന് തോന്നുന്നു. അയ്യോ അതിൽ തന്നെ ആയിരിക്കും. നോ പാർക്കിംഗ്. ഓ മാൻ, അയ്യോ look at this bridge. ലമാങ്ങിലേക്ക് ഇനി 17 കിലോമീറ്റർ ഉണ്ട് കേട്ടോ.
വളരെയധികം വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയായിട്ട് ഇതുപോലെ വാട്ടർഫാൾസൊക്കെ കണ്ടു പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഡ്വഞ്ചർ ഓഫ് റോഡിങ് ഒക്കെ ഓടിക്കുന്ന ആൾക്കാർക്കറിയാം ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ആ രസം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ മുഴുവൻ രസത്തിൻ്റെ ഒരു മേളം. റോഡ് കുറച്ച് സ്ലിപ്പറിയാണ്, ബട്ട് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. നമ്മളെ പൂക്കൾ വരവേക്കുന്ന ഒരു വാലി. ഓ മാൻ, വാട്ട് ഐ സേ. ഓ എൻ്റെ മുന്നോ താഴേക്കൊരു വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു വെള്ളമോ, മേ ബി ദേർ ഈസ് എ ബ്രിഡ്ജ്. ഓ ഓ എൻ്റെ പൊന്നെ, ചെറിയൊരു ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും മൂവിയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു ബ്രിഡ്ജ് കേട്ടോ. ഓ അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പ് കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടമൊക്കെ എവിടെ നിന്നാണ് വരുന്നതുണ്ടോ, അങ്ങ് പൊളിയുന്നു, അങ്ങ് മുന്നിൽ അതിനേക്കാളും വലിയൊരു വെള്ളച്ചാട്ടം അവിടെ കാണാം കേട്ടോ. I don't know how to explain this view. Look at that. റൈറ്റ് സൈഡിലൊരു വെള്ളച്ചാട്ടം കണ്ടോ നിങ്ങൾ? ഓ, നിങ്ങൾക്കത് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് ദിസ് ഈസ് വേറെ മൂഡ്. അടുത്ത ബ്രിഡ്ജ്. ഓ, നമ്മളങ്ങനെ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഓപ്പോസിറ്റ് എത്തിയിട്ടോ. എൻ്റെ പൊന്നെ, ഏത് മൂഡ്. ഓ, സോ നൈസ് ആൻഡ് ബ്യൂട്ടിഫുൾ മാൻ. ഓ ഓ, ഇത് നമ്മൾ വീഡിയോ എടുത്തില്ല പിന്നെ എന്താണ് എടുക്കുക. അപ്പോൾ നമ്മൾ വന്ന വഴി ഒരു രക്ഷയില്ല കേട്ടോ. ഫുൾ വാലീസാണ്, അതുപോലെ തന്നെ
ടോളായുള്ള ട്രീസ് ആണ്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് ഡിഫറെൻറ്റ് ആയുള്ള വാട്ടർഫാൾസ് കാണാം. അത് ചെറുതും ഭയങ്കര വലുതും, അതായത് ഒരു വലിയ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന പോലത്തെ ഉള്ള വാട്ടർഫാൾസും കാര്യങ്ങളൊക്കെ കാണാം. ഓ, ഈ റോഡ് എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വന്നത് വരെ ഒരു നഷ്ടമായി പോയെന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. എന്തായാലും സ്വർഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗമല്ല, ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര നമ്മൾ ഇതുവരെ കാണാത്ത, നമ്മളൊരു ഹോളിവുഡ് മൂവി സൈറ്റിൽ വല്ലതും ആണോ നിൽക്കുന്നതെന്ന് തോന്നിപ്പോകും. അതുപോലെയുള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ. എസ്പെഷ്യലി ഇങ്ങോട്ട് നടന്നു വരാനൊക്കെ കുറച്ച് പാടാണ്. മോട്ടോർ സൈക്കിൾ എടുത്ത് വന്നുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് എനിക്ക് ഇത്ര സ്പീഡിലൂടെ എത്താൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ചുകൂടെ പോകാനുണ്ട്. ഇപ്പോൾ ഇനി മുന്നിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. ഓൾറെഡി ഞാൻ കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടു. പോരാത്തതിന് ഇപ്പം അത് ഒരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന്. ഇനി നമുക്കെന്തോ 2 ചെക്ക് പോയിന്റുകളും കൂടെ എടുക്കാനുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ മോളിൽ നിന്നൊരു വെള്ളച്ചാട്ടം വരുന്നുണ്ട് കേട്ടോ. ഓ മാൻ, അതൊരു രക്ഷയില്ല. ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് കാണാൻ കിടക്കുന്നത് ദൈവത്തിന് മാത്രമായിട്ട് അറിയുള്ളൂ. അടുത്തൊരു വാട്ടർഫാൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം. ജങ് വാട്ടർഫാൾ എന്നുള്ള ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അയ്യോ, ഓക്കെ 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 ഇടയിൽ കൂടി ഒരു യാത്ര കേട്ടോ. അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാമറ ഓഫ് ചെയ്താണ്. ഫുൾ ഗൺസും പിടിച്ച് പട്ടാളക്കാരിങ്ങനെ നിൽക്കാണ്ടോ. ഫുൾ ഗൺസും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ അമ്മോ, ഉയ്യോ. 1-2 പേര് നമ്മൾ എവിടെ നിന്ന് വന്നതെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ കേരളത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തുകൊണ്ടാണ് കേരളത്തിൽ നിന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. വാൻ, ഓഹോ, ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് മോസ്റ്റ് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേണിയാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ വന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ എൻ്റെ ഈ ഒരു ട്രിപ്പ് തന്നെ വെറുതെ ആയി പോയെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ അത്രയും എൻ്റെ പൊളിയാണ് കേട്ടോ. ഈ ഒരു ലൊക്കേഷൻ, ഈ ഒരു റൂട്ട്, അയ്യോ, ഐ ക്യാൻ ബിലീവ് മാൻ. നോ മാപ്പ്, നത്തിങ്. റൈറ്റ് സൈഡിൽ നിന്ന് വലിയൊരു പുഴ ഒഴുകി വരുന്നുണ്ട് കേട്ടോ. അതും അങ്ങ് അകലേന്ന്. ഓ, പൂക്കൾ, 2 സൈഡിൽ ഇങ്ങനെ പൂക്കൾ നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അയ്യോ, റോട്ടിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നു. വെള്ളം കണ്ടിട്ട് ഇച്ചിരി കലങ്ങിയ വെള്ളമാണ്. അവിടെ ഒരു വെള്ളം ഒഴുകി വരുന്നത് കാണുന്നുണ്ടോ? എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ ഈ വെള്ളത്തിൻ്റെ ട്രയൽസ് ഫോളോ ചെയ്ത്
പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്നാണ് മണ്ണിടിച്ചിലെന്തോ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് തന്നെയാണ് ഈ വെള്ളം മുഴുവൻ. ഓ ഇത് എവിടെയാണത്? ഓ അതൊക്കെ കുഴിയാണോ എന്താണെന്നൊന്നും അറിയില്ല. ട്രാക്ടർ. ഓ എൻ്റെ അമ്മോ, look at this. പിന്നെ നമ്മുടെ മുന്നിലേക്കുള്ളത് കുറച്ചുകൂടി ഡാർക്ക് വഴികളാണ് കേട്ടോ. ഫുൾ വെള്ളമാണ്. എന്താ അവസ്ഥ എന്നറിയില്ല. കംപ്ലീറ്റ്ലി ഗോണാണ് കേട്ടോ. ഓ ഫുൾ പരിപ്പായി കിടക്കുന്നത്. ഓനെ അതുകൊണ്ടോ എങ്ങനെ പറയണമെന്ന്. ഈ ഒരു വഴികളുണ്ടല്ലോ ഒരു രക്ഷയില്ല. ഓ എൻഡിലേക്ക് എത്തുമ്പോഴാണ് കേട്ടോ. അത് ആദ്യം സ്റ്റാർട്ടിങ് ഇത്രയില്ലായിരുന്നു, പക്ഷേ എൻഡിങ്ങിലേക്ക് എത്തിയപ്പോൾ ചുമ്മാ സീൻ വഴികൾ. രണ്ട് സൈഡിലും പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് മാൻ, ഒരു റൈഡറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ട്രാവലറെ സംബന്ധിച്ച് ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടൊന്നും കിട്ടാനില്ല കേട്ടോ. കാരണം അവൻ്റെ മനസ്സിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പോലത്തുള്ള വഴികൾ, ചുറ്റും പൂക്കള്, ഫ്രഷ് എയർ, കോട, ഇതാ മറ്റേ നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ കാണുന്ന പോലത്തെ ട്രീസ്. ഇതിൽ കൂടുതൽ എന്താണ് കിട്ടാനുള്ളത്? ഓ എൻ്റെ പൊന്നോ,
ഈ വഴി എനിക്ക് ജീവിതത്തിൽ ഇനി ഒരു അവസരം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കൂടി ഈ വഴി വരും കേട്ടോ. പൈൻ ട്രീസ്. Find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the more we pass time, the more we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. ഇങ്ങോട്ടേക്ക് റോഡെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് കിട്ടില്ല ട്രീസ്, മൊത്തം അടിപൊളി ട്രീസും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഫുൾ കോടയിൽ മുങ്ങിക്കിടക്കുന്നു. നമുക്കിനി പോകാനുള്ള റോഡ് കുറച്ച് പൊളിഞ്ഞ് കുളമായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ നമ്മൾ അത് രണ്ടും കൽപ്പിച്ച് നമ്മളതിൽ റാലി ആയതുകൊണ്ട് നമ്മൾ നേരെ രണ്ടും കൽപ്പിച്ച് പോകാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് അധികം വണ്ടികളൊന്നും The other 11 get something from nothing. I sit here looking for an answer. Maybe the biggest question was in the last chapter. You gave me the soul I have today. Without you I never could have moved away. But now I see what you teach. I do believe I always should have stayed. Yeah. Is this really happening? I can't believe it's true. I'm just as surprised as you. Is this really happening? I can't be too sure, but one day I'll be yours again. പോയിന്റ് എത്തിയെന്ന് തോന്നുന്നു. അയ്യോ, നോ വെഹിക്കിൾ. അയ്യോ, ഒരു രക്ഷയില്ലാത്ത റോഡാണ് കേട്ടോ. എൻ്റെ പൊന്ന്, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു ഹെലികോപ്റ്റർ ക്രാഷ് നടന്നൊരു സൈറ്റുണ്ട്, അതാണ് എൻ്റെ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകണേ. അപ്പോൾ പോകുന്ന വഴി നമ്മളൊരു മലയാളി ആർമി ഓഫീസറെ കണ്ടു. ആൾ കണ്ണൂരിൽ നിന്നാണ് കേട്ടോ. എൻ്റെ പൊന്നോ, ഇവിടെ നമുക്ക് അങ്ങനെ ആർമി ഓഫീസേഴ്സിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. സോ അതുകൊണ്ട് ഞാൻ അതെടുക്കുന്നില്ല. ആളായതുകൊണ്ടാണ് ആഡ് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഈ ഒരു സ്ഥലമില്ലേ എൻ്റെ പൊന്നെ, ഒരിക്കലും ഒന്നും പറയാനില്ല. ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ചിട്ട് ദ മോസ്റ്റ് അഡ്വഞ്ചറസ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റോഡാണ് കേട്ടോ ഇത്. നമ്മളപ്പോൾ വണ്ടി എത്തുന്നത് ഒരു പോയിന്റ് ഉണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ വണ്ടി കടത്തി കൊടുത്തില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാലാണ് ഈ ഹെലികോപ്റ്റർ ആക്സിഡൻറ്റ് നടന്ന ആ സ്ഥലത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങോട്ടാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് നടക്കുന്ന വഴികളില്ലേ, നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പോലും കഴിയാത്ത പോലെയുള്ള അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. എനിക്കൊന്ന് ആർമിക്കാരാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നതെന്ന് തോന്നുന്നു. കാരണം അവരാണല്ലോ ഈ ബോർഡറിലും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് ആ ഹെലികോപ്റ്റർ ആക്സിഡൻ്റ് ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ഇവിടെ ആക്സിഡൻ്റ് ആയിട്ടുള്ള ഹെലികോപ്റ്റർ നമുക്ക് കാണാൻ പറ്റും. നമ്മളങ്ങനെ ക്രാഷ് ആയിട്ടുള്ള ആ ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ആ ഹെലികോപ്റ്റർ. ഉയ്യോ, നമുക്കിതിൻ്റെ അകത്തേക്കും കൂടെ ഒന്ന് കയറി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അകത്താണുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഹെലികോപ്റ്റർ കയറിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം അറ്റ്ലീസ്റ്റ് ഒരു ക്രാഷായ ഹെലികോപ്റ്ററിൻ്റെ അകത്തെങ്കിലും കയറാൻ പറ്റി. അപ്പോൾ ഇത് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വന്നില്ല, ഈ ഒരു ഫോറസ്റ്റിൻ്റെ അകത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത് ക്രാഷ് നടന്നിരിക്കുന്നത്. സോ ഹെലികോപ്റ്റർ നിങ്ങൾക്ക് എൻ്റെ പുറകിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഹെലികോപ്റ്റർ കിടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ
ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഹോളിവുഡ് മൂവിയിലൊക്കെ കാണത്തില്ലേ ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിൾ ആണ് കേട്ടോ. അയ്യോ, ഇതൊക്കെ നമ്മളൊന്ന് നേരിട്ട് ഒന്ന് കാണേണ്ടതാണ് കേട്ടോ. ഓ, എനിക്ക് എൻ്റെ പൊന്ന്, ഞാൻ ഒരിക്കലും ഈ ഒരു സംഭവത്തെപ്പറ്റി എനിക്ക് അറിയില്ലായിരുന്നു, ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അതിനെപ്പറ്റി അറിഞ്ഞത്. പിന്നെ എന്തായാലും വന്നതിന് ശേഷം നമ്മൾ ഇത് കാണാതെ എങ്ങനെയും പുറത്തേക്ക് പോകത്തില്ല എന്നുള്ള രീതിയിൽ വിചാരിച്ച് ഏകദേശം 1.5 കിലോമീറ്റർ നടന്നാലാണ് ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. ബട്ട് ദിസ് പ്ലേസ് ഈസ് സോ അമേസിങ്. അയ്യോ, രക്ഷയില്ല കേട്ടോ എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. സോ നൈസ്, സോ ഗുഡ് മാൻ. സോ അങ്ങോട്ടേക്ക് ഫോറസ്റ്റും കാര്യങ്ങളെല്ലാം ഫുൾ കോട ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ അധികം നിൽക്കാൻ പറ്റത്തില്ല. നമ്മളിതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളെടുത്ത് നേരെ തിരിച്ചു പോകണം കേട്ടോ. എന്തായാലും ഈ ഒരു ട്രിപ്പിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു കാര്യം ഇതായിരുന്നു കേട്ടോ. എല്ലാവരും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ബൈക്ക് കൊടുത്ത് ഇന്ത്യയുടെ അങ്ങേ അറ്റം വരെ പോയി. എൻ്റെ മുന്നേ ഫോറസ്റ്റിൻ്റെ അകത്ത് ഒരു പണ്ട് ക്രാഷായി കിടന്നൊരു ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് വരെ പോയി. ഓ, എന്നെക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരിക്കലും അത് വിചാരിച്ചിറങ്ങിയതല്ല. ബട്ട് ഇവിടം വരെ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ കാണാതെ പോവുക?